തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, 2022 ജനുവരി മാസത്തിൻ്റെ അനുഗ്രഹീത ദിനങ്ങളിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത്. ഈ നാളുകളിൽ കണ്ടുമുട്ടുന്ന ഓരോരുത്തരോടും ആശംസിക്കുവാൻ പറ്റിയ ഒരു വചനം പറയട്ടെ. അത് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ പൗലോസ്ലീഹ എഫേസസിലെ ജനതയോട് പറഞ്ഞ ഒരു സന്ദേശമാണ്. സമാധാനം നഷ്ടപ്പെട്ടിരുന്ന, വലിയ ദുഃഖത്തിലും നിരാശയിലുമായിരുന്ന ജനതയോട് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു, അവൻ നമ്മുടെ സമാധാനമാണ്. സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14. കൃത്യം വ്യക്തമായി പൗലോസ്ലീഹ പറയുന്നു, അവൻ നമ്മുടെ സമാധാനമാണ്. ആരാണ് നമ്മുടെ സമാധാനം? യേശു നമ്മുടെ സമാധാനമാണ്. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മാനസിക അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ പുതുവർഷത്തിൽ എൻ്റെ മാനസിക അവസ്ഥ സമാധാനമുള്ള അവസ്ഥയാണോ അതോ സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണോ? പല കാരണങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അരക്ഷിതാവസ്ഥയുടെ നടുവിൽ ഈ പ്രപഞ്ചത്തോട് നമുക്ക് പ്രഖ്യാപിക്കാം, യേശു നമ്മുടെ സമാധാനമാണ്. എത്ര ദുഃഖവും നിരാശയും കൈപ്പേറിയ അനുഭവങ്ങളാണെങ്കിലും നമുക്ക് നമ്മളോടും ഈ പ്രപഞ്ചത്തോടും പറയാം, യേശു നമ്മുടെ സമാധാനമാണ്. സാധിക്കുമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ടവർ അടുത്തുണ്ടെങ്കിൽ അവരുടെയൊക്കെ കൈ ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, യേശു നമ്മുടെ സമാധാനമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോടൊക്കെ ഈ നാളുകളിൽ നമ്മൾ പറയണം, യേശു നമ്മുടെ സമാധാനമാണ്. ഇത് പറയാനാണ് നമുക്ക് ഒരു വർഷം കൂടെ സമ്മാനിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ മുമ്പോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ലാത്ത അവസ്ഥയായിരിക്കാം. പുറകോട്ട് നോക്കുമ്പോൾ ഒട്ടുമേയില്ല. കാരണം കഴിഞ്ഞ 1-2 വർഷമായി നമ്മുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മഹാമാരി വന്നതിന് ശേഷം എല്ലാ അർത്ഥത്തിലും നമ്മളൊക്കെ കടന്നു പോകുന്നത് വലിയ ഞെരുക്കത്തിലൂടെയാണ്. ജനുവരി മാസത്തിൻ്റെ പേര് രൂപീകരിക്കപ്പെട്ടതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ജാനൂസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ദേവതയോട് ബന്ധപ്പെട്ടിട്ടാണ് ആ കഥ രൂപപ്പെട്ടിട്ടുള്ളത്. ജാനൂസ് എന്ന് പറയുന്ന ദേവതയ്ക്കൊരു പ്രത്യേകതയുണ്ട്, 2 തലകളുണ്ട്. നമുക്കറിയാം, ഒരു തല ഉണ്ടായിട്ട് തന്നെ കഷ്ടപ്പെട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ജാനൂസ് എന്ന ഗ്രീക്ക് ദേവതയുടെ കാര്യം പറയേണ്ടതുണ്ടോ? 2 തല, ഒരു തല മുൻവശത്തോട്ടും മറ്റൊരു തല പുറകുവശത്തോട്ടും. മുമ്പോട്ടും പുറകോട്ടും നോക്കി ജീവിക്കാനുള്ള ഒരു ഗ്രീക്ക് ദേവതയുടെ സാന്നിധ്യം. ജനുവരി മാസം എന്ന് പറയുന്നത് ശരിയല്ലേ? മുമ്പോട്ട് നോക്കി ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ മുമ്പോട്ട് നോക്കി ജീവിക്കാനുള്ള മാസം നൽകുന്ന പ്രചോദനം, അതോടൊപ്പം പുറകോട്ട് നോക്കി ഡിസംബർ, നവംബർ, ഒക്ടോബറിലൊക്കെ സംഭവിച്ച അനേക കാര്യങ്ങൾ ഓർക്കാനുമുള്ള ഒരു സമയം. ഈ ജനുവരി മാസത്തിൻ്റെ അനുഗ്രഹീത ദിനങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ മുമ്പോട്ട് നോക്കിയിട്ട് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ലാത്ത ഒരവസ്ഥയായിരിക്കാം. ചിലരുടെ പ്രത്യേകത എന്ന് പറയുന്നത് പുറകോട്ട് നോക്കി ഇന്നലകളിൽ സംഭവിച്ച എല്ലാ അനുഭവങ്ങളെയും എണ്ണിപ്പെറുക്കിക്കൊണ്ടിരിക്കുക, പുറകോട്ട് നോക്കി നിരാശയും ദുഃഖവും കൊണ്ടിരിക്കുക. പഴയ നിയമത്തിൽ അപ്രകാരം പുറകോട്ട് നോക്കിയ ഒരാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
19 അധ്യായം അതിൻ്റെ 26 തിരുവചനം. 26 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ആരെക്കുറിച്ചാണ്? ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ചാണ്. സോദോം ഗൊമോറ നശിക്കുന്ന അനുഭവം നമുക്കതിൻ്റെ പശ്ചാത്തലം അറിയാം. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു ഉപ്പ് തൂണായി തീർന്നു. എന്ത് സംഭവിച്ചു? നഗരം കത്തി നശിക്കുന്നു. പുറകോട്ട് പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമുണ്ട്, സന്ദേശമുണ്ട്. എന്നാൽ അത് ചെയ്യാതെ ലോത്തിൻ്റെ ഭാര്യ ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി. എന്ത് സംഭവിച്ചു? അവൾ ഉപ്പ് തൂണായിപ്പോയി. ഒരു പക്ഷേ ഇങ്ങ് ശ്രദ്ധിച്ചേ, നമ്മുടെയൊക്കെ പലരുടെയും അവസ്ഥയും ഈ ഉപ്പ് തൂണിൻ്റെ അവസ്ഥയിലാണ്. മരവിച്ചിരിക്കുകയാണ്. കാരണം അത്രമേൽ ഭാരം ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടാവാം. പ്രിയപ്പെട്ടവരുടെ മരണം, സാമ്പത്തിക ഞെരുക്കം, ജോലിയിലുള്ള ദുഃഖം, വിചാരിച്ചതുപോലെ ഒന്നും സംഭവിക്കാൻ പറ്റാത്ത മരവിച്ച ഒരവസ്ഥ. നമ്മുടെ ദൗത്യം എന്താണെന്നറിയോ? ഇങ്ങനെ മരവിച്ചിരിക്കുന്നവരെയൊക്കെ ഒന്ന് തള്ളി, ഒന്ന് മുൻവശത്തോട്ട് നോക്കി ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. പഴയതിനെ ഓർത്തുകൊണ്ട് എണ്ണിപ്പെറുക്കി ഇരുന്നാൽ ജീവിക്കാൻ പറ്റില്ല. മുൻവശത്തോട്ട് നോക്കി പ്രത്യാശയോടുകൂടെ ജീവിക്കാൻ നമ്മളൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യം, അച്ചോ ഇതെവിടെ നിന്ന് ലഭിക്കും? മുമ്പോട്ട് നോക്കുമ്പോൾ പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല. ഇതെവിടെ നിന്ന് ലഭിക്കും? കഴിഞ്ഞ ദിവസം ഒരു ട്രാവൽ ഏജൻസിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സാമാന്യം ഭേദപ്പെട്ട ജീവിതം ഉണ്ടായിരുന്ന ഒരു കുടുംബനാഥൻ അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഉറക്കമില്ല, മരിക്കണം എന്നുള്ള ചിന്തയാണ്. ചോദിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛനറിയാലോ, കഴിഞ്ഞ 2 വർഷമായിട്ട് സാഹചര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്ന് ശാന്തമായി വീണ്ടും അത്യാവശ്യമൊക്കെ ഒന്ന് ജീവിച്ചു പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഒമിക്രോണിൻ്റെ വരവ്, 3ാം തരംഗം. അതോടുകൂടി വീണ്ടും ലോക്ക്ഡൗൺ ആരംഭിക്കുന്നു. ആകപ്പാടെ പ്രശ്നങ്ങൾ. ഇനി എന്ത് ചെയ്യും? മക്കളാണെങ്കിൽ ഒരു കാരണവശാലും എന്നെ സഹായിക്കുന്നില്ല. അവർക്ക് അവരുടെ കാര്യം. ഞാൻ ആകപ്പാടെ അസ്വസ്ഥതയിലാണ്. മരിക്കണം എന്നുള്ള ചിന്തയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുന്നത് ഒരു ബിസിനസ്സുകാരൻ്റെ അനുഭവമായിട്ടല്ല, മറിച്ച് എന്നെ കേൾക്കുന്ന അനേകരുടെ ജീവിത അവസ്ഥയാണ്. കടന്നു പോകുന്ന അവസ്ഥ വലിയ പ്രതിസന്ധികളാണ്. ഇനി എന്ത് ചെയ്യും? നമുക്കൊക്കെ ജീവിക്കണമെങ്കിൽ പ്രത്യാശയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വക വേണ്ടേ? പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇവിടെയാണ് പൗലോസ്ലീഹ പറഞ്ഞ കാര്യത്തിൻ്റെ പ്രസക്തി. യേശു നമ്മുടെ സമാധാനവും പ്രത്യാശയുമാണ്. ഇതെങ്ങനെ മനസ്സിലാക്കാം? യേശുവിനെ അറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രത്യാശ വർദ്ധിപ്പിക്കും. വിശുദ്ധ ഗ്രന്ഥം വായിക്കുക. പുതിയ നിയമം പ്രത്യേകിച്ച് യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതോടുകൂടി നമ്മുടെ ഉള്ളിൽ ഈ പ്രത്യാശയും പ്രതീക്ഷയുമാണ് വർദ്ധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് പുതിയ നിയമം വായിച്ചു പോകുമ്പോൾ ഈശോ ഒരു പ്രത്യാശയുടെ അംബാസിഡർ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. യേശുവിൻ്റെ വാക്കുകൾ, യേശുവിൻ്റെ പ്രവൃത്തികൾ എല്ലാം നമ്മുടെ മുമ്പിൽ വലിയ പ്രത്യാശയാണ് ഉളവാക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഉപയോഗിക്കപ്പെട്ട ഒരു പദം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അത് 3ാം നാൾ എന്നുള്ള ഒരു പദമാണ്. പല സ്ഥലങ്ങളിൽ സുവിശേഷത്തിൽ ഈ വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3ാം നാൾ, 3rd day, അല്ലേ? 3ാം പക്കം എന്ന പേരിൽ മലയാളത്തിൽ ഒരു സിനിമ തന്നെയുണ്ട്. 3ാം നാൾ. ഈ വാക്കിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ 5 ഇടങ്ങളിൽ ഈ 3ാം നാൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എന്തിനെന്നറിയോ? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യാശയും അഭിഷേകവും വളരുന്നതിന് വേണ്ടി നമ്മൾ പഠിക്കുന്ന പദമാണ് 3ാം നാൾ. പ്രിയപ്പെട്ട ദൈവജനമേ, ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 46-ാം തിരുവചനം.
വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ, ആരാണീ അവർ? ഔസേപ്പിതാവും മാതാവും യേശുവിനെ നഷ്ടപ്പെട്ടിരുന്നു. അവർ അവനെ കണ്ടെത്തി. എത്ര ദിവസങ്ങൾക്ക് ശേഷം? 3 ദിവസങ്ങൾക്ക് ശേഷം. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമ്മളൊക്കെ ഈ വചനത്തോട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നൊരു പ്രചോദനം ബന്ധങ്ങളെ വീണ്ടെടുക്കാനുള്ള ഒരു പ്രചോദനമാണ്. നഷ്ടപ്പെട്ടു പോയ യേശുവിനെ മാതാപിതാക്കൾ കണ്ടെത്തി ആ ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ചു എന്ന് വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് ഈ 2022 പഠിപ്പിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ജീവിതത്തിലും നഷ്ടപ്പെട്ട ബന്ധങ്ങളെ വീണ്ടെടുക്കണം. ചിലർക്കൊക്കെ ഉള്ളിൽ വലിയ ദുഃഖം ഉണ്ടാവും. ബന്ധങ്ങളൊക്കെ ചിലത് നഷ്ടപ്പെട്ടു പോയല്ലോ. എന്നാൽ നമുക്കൊക്കെ ഒരു 3-ാം ദിനമുണ്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ട ബന്ധങ്ങളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുകയല്ല, മറിച്ച് ആ ബന്ധങ്ങളെ വീണ്ടും കണ്ടെത്താൻ ഒരു പിന്തിരിഞ്ഞ് നടത്തം നമുക്കൊക്കെ അനിവാര്യമാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ സ്ഥിരമായി നമ്മൾ ചിലരെയൊക്കെ വിളിക്കാറുണ്ട്, അവരുടെയൊക്കെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ടാവാം. അതേസമയം തന്നെ കുറേ അധികം പേരെ നമ്മളൊക്കെ വർഷങ്ങളായി മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. ബോധപൂർവമായിരിക്കണമെന്നില്ല. ഈ വർഷം കർത്താവ് നമ്മളോട് പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളൊക്കെ ഒന്ന് വീണ്ടും പുനഃസ്ഥാപിക്കണ്ടേ? സാധിക്കുമെങ്കിൽ അവരുടെയൊക്കെ നമ്പർ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ച് വീണ്ടും സൗഹൃദം പുനഃസ്ഥാപിക്കുക. പ്രത്യേകിച്ച് കുടുംബങ്ങളിലൊക്കെ ഇത് ചെയ്തു കഴിഞ്ഞാൽ വലിയ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കും. ഞാനൊരു സംഭവം ഓർക്കുന്നത്, കൊറോണയ്ക്കൊക്കെ മുമ്പ് ഒരു ക്യാൻസർ രോഗി, ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര ദുഃഖമാണ്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ രോഗത്തെക്കുറിച്ച് സംസാരിച്ചു, പല കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചു. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇതിനു മാത്രമുള്ള ദുഃഖം? ക്യാൻസർ രോഗം വന്നു, മരണത്തോട് മല്ലിടുന്നു എന്നുള്ളതല്ല ഇദ്ദേഹത്തിൻ്റെ ദുഃഖം, മറിച്ച് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ദുഃഖം പോലെ കിടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സംസാരിച്ചിട്ട് കുറേ നാളായി എന്നുള്ളതാണ്. ഞാൻ ഇവരുടെ കുടുംബത്തിലെ അംഗങ്ങളോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രോപ്പർട്ടി ഇഷ്യൂവിൻ്റെ പേരിൽ നാട്ടിൽ നിന്ന് ഇവർ ഡൽഹിയിലെത്തിയതാണ്. പിന്നീട് ഇവർ തിരിച്ചു പോയിട്ടില്ല എന്ന് മാത്രമല്ല, കുടുംബാംഗങ്ങളോടൊന്നും ഒരു ബന്ധവും ഇല്ല. ഇപ്പം ഇദ്ദേഹം രോഗിയായി ഇങ്ങനെ കിടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ ദുഃഖം കടന്നു വരികയാണ്. സഹോദരങ്ങളോടൊക്കെ സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ എന്തും പറഞ്ഞ് വിളിക്കും. കുറേ വർഷങ്ങളായിട്ട് അവരോട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ആ രാത്രിയിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഒരു തീരുമാനമെടുത്തു. എന്താണെന്നറിയോ? ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെയൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ച് അവരുടെയൊക്കെ മൊബൈൽ നമ്പർ കണ്ടെത്തി അവരെയൊക്കെ വിളിക്കാനുള്ള ഒരു തീരുമാനം. ആ രാത്രിയിൽ ആ വീട്ടിലത് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിനുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ക്യാൻസർ പിടിപെട്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് തെളിഞ്ഞ പ്രകാശം, അതായത് സ്വന്തം സഹോദരങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ അതിലേറ്റവും വലിയ രസകരമായ കാര്യം, ആ സഹോദരങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളും കുറേ നാളായിട്ട് സഹോദരനെക്കുറിച്ച് അന്വേഷിക്കാനും സ്നേഹിക്കാനൊക്കെ ആഗ്രഹിക്കുകയായിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ, ഡൽഹിയിൽ എവിടെയാണെന്നറിയാതെ ഞങ്ങൾ കഷ്ടപ്പെടുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ കോൾ ഒരു കുടുംബത്തിൻ്റെ തലമുറയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ചിലരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ചിലതൊന്നും കൊള്ളത്തില്ല എന്നും പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് അവരെയൊക്കെ തിരിച്ചു പിടിക്കാൻ കർത്താവ് ഈ സമയം നമ്മളെയൊക്കെ ക്ഷണിക്കുകയാണ്. 2022 നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് ബന്ധങ്ങളെ തിരിച്ചു പിടിക്കാനാണ്. ഒരു 3-ാം നാൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്.
നഷ്ടപ്പെട്ടു പോയി എന്നോർത്തുകൊണ്ട് കരയണ്ട, മറിച്ച് തിരിച്ചു പിടിക്കാനുള്ള ഒരു ആർജവത്വം. രണ്ടാമതായി നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് സംഭവം. കാനായിലെ വിവാഹ വിരുന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വചനം ഇങ്ങനെയാണ്: 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. നമുക്കറിയാം എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളത്. വീഞ്ഞ് തികഞ്ഞില്ല, പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി മാറ്റി. വലിയൊരു അത്ഭുത പ്രവൃത്തി. 3-ാം ദിവസം. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം ഒരു വിവാഹ ശുശ്രൂഷയാണ്. അതായത് ദേവാലയത്തിൽ ശുശ്രൂഷ നടക്കുന്നു. എനിക്കാണ് പ്രസംഗം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നത്. അപ്പം എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞത് ഈ വചനഭാഗത്തെക്കുറിച്ചാണ്. കാനായിലെ വിവാഹ വിരുന്ന്. പച്ചവെള്ളത്തെ യേശു വീഞ്ഞാക്കി മാറ്റി, ലഹരിയാക്കി മാറ്റി. ഇതേ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദമ്പതികൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ലഹരിയാക്കി മാറ്റിയിരിക്കുന്നു. ലഹരി പരിശുദ്ധാത്മാവാണ് എന്നൊക്കെ ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അതിനുശേഷം വിരുന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നെ കാണാമെന്ന് നിൽപ്പുണ്ട്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ സുഖാണോ? ഞാൻ പറഞ്ഞു, സുഖമായിട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കല്യാണവും ഞാനാണ് ആശീർവദിച്ചത്. എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടം. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ ഈ പറഞ്ഞ പ്രസംഗം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശയം തന്നെ എൻ്റെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞത് അച്ഛൻ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം എന്നാ പറ്റിയേ? അച്ഛാ, ഈ ലഹരി നഷ്ടപ്പെട്ടു പോയി, വീണ്ടും പച്ചവെള്ളമായി. ഇനി ഇത് വീണ്ടും ലഹരിയാക്കാൻ പറ്റുമോ? സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ അവസ്ഥകളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിണക്കങ്ങൾ ആരംഭിച്ചിപ്പോൾ വലിയ തോതിൽ ഒരു ഭൂകമ്പമായിട്ട് നിൽക്കുകയാണ്. ലഹരി നഷ്ടപ്പെട്ടു, വീണ്ടും പച്ചവെള്ളമായിരിക്കുന്നു. 3-ാം നാൾ കാനായിലെ വിവാഹ വിരുന്നിൽ സംഭവിച്ച കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണ്ടേ? എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ കർത്താവ് ലഹരിയാക്കി നമ്മുടെ ജീവിതത്തെ ഉയർത്തിയതല്ലേ? ആ ലഹരി പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർത്തോണം, വീണ്ടും എന്താകും? പച്ചവെള്ളമാകും. അതുകൊണ്ടല്ലേ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പലപ്പോഴും യുദ്ധം, ഇടി, ബഹളം നടക്കുന്നത്, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്നത്. 3-ാം പക്കം പ്രത്യാശയോടുകൂടെ ഈ 2022 സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്തെന്നറിയോ? വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിറയുവാൻ തീഷ്ണമായി പ്രാർത്ഥിക്കണം. ഒരു 3-ാം ദിനം നിൻ്റെ കുടുംബത്തിന് ഉണ്ട്. നഷ്ടപ്പെട്ടു പോയി എന്നോർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കണ്ട. 3-ാമതായി യോഹന്നാൻ്റെ തന്നെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം. വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. 3 ദിവസം, 3-ാം നാൾ, 3rd day, നിങ്ങൾ ഈ ദേവാലയം, ഏതാ ദേവാലയം? ജെറുസലേം ദേവാലയം. ജെറുസലേം ദേവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദൻ്റെ അഭിമാനമാണ് ആ ദേവാലയം. അഭിമാനം. യേശു കയറി ചൊറിഞ്ഞത് അവൻ്റെ അഭിമാനത്തെക്കുറിച്ചാണ്. അവൻ്റെ അഭിമാനം, അവൻ ഇത്രയും നാളും പൊക്കിപ്പിടിച്ചിരിക്കുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവ് എന്താണ് ഇപ്പോൾ നമ്മിൽ ആഗ്രഹിക്കുന്നറിയോ? നമ്മുടെ ജീവിതത്തിലും അഭിമാനതുല്യമായി നമ്മൾ ഉയർത്തിപ്പിടിച്ചിരുന്ന ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ട് തകർന്നു പോകുന്ന അനുഭവത്തിൽ നിനക്കൊരു 3-ാം നാളുണ്ട്. നഷ്ടപ്പെട്ടു പോയ അഭിമാനം, നഷ്ടപ്പെട്ടു പോയ നിൻ്റെ വില കർത്താവ് പുതുക്കിപ്പണിയും. എൻ്റെ ഒരു കുടുംബാംഗം, അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു നാട്ടിൽ പോയി
ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഇന്ന് അദ്ദേഹത്തിന് അവിടെ ഒരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു മുതലാളിയുടെ കീഴിലാണ് ജോലി ചെയ്ത് അദ്ദേഹം അവിടെ വലിയ ഒരു കൃഷി ഉടമയൊക്കെയായി മാറി. എന്നാൽ കുറച്ച് നാൾ മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ഇവിടുത്തെ ജീവിതം ആകപ്പാടെ ഒരു പരിങ്ങലിലാണ്. ഞാൻ ഇത്രയും നാളും ജോലി ചെയ്തുകൊണ്ടിരുന്ന കൃഷിയിടവും ഈ അന്തരീക്ഷവും ഒക്കെ എനിക്ക് ദൈവ സമ്മാനമായിട്ട് തന്നതാണ്. എന്നാൽ ഇപ്പോൾ ഞാനായിരിക്കുന്ന ഇടത്തിൻ്റെ മുതലാളിയുമായിട്ടൊരു ഇച്ചിരി പ്രശ്നത്തിലാണ്. അദ്ദേഹത്തിന് പഴയ പോലെ സ്നേഹമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം വിട്ടുപിറക്കി വീണ്ടും എൻ്റെ പഴയ നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ കുടുംബാന്തരീക്ഷമൊക്കെ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയാണ്. പിന്നെ എന്താണ് അതെല്ലാം ഉപേക്ഷിച്ച് പോരാനുള്ള ദുഃഖം? അദ്ദേഹം പറഞ്ഞത്, അച്ഛാ, ഞാൻ ഇത്രയും നാളും നേടിയെടുത്തതിൻ്റെ ഒരു അഭിമാനം ഉണ്ടല്ലോ, എൻ്റെ ഒരു പേരുണ്ടല്ലോ, എൻ്റെ ഒരു പ്രശസ്തി ഉണ്ടല്ലോ, ഈ മറുനാട്ടിൽ വന്ന് ഇത്രയും കഷ്ടപ്പെട്ട പേരും പ്രശസ്തിയും ഒക്കെ അതെല്ലാം ഉപേക്ഷിച്ച് പോരാനായിട്ടൊരു മടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പേരും പ്രശസ്തിയും അഭിമാനവും ആരാ നമുക്ക് തന്നേ? ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ദൈവം നൽകാതെ നമുക്ക് വല്ലതും ഉണ്ടോ? സഹോദരൻ ആ മറുനാട്ടിൽ പോയി ജീവിക്കാൻ കഷ്ടപ്പെടാൻ ഇപ്പോൾ സ്വന്തമായിട്ട് ജീവിതത്തിലൊരു പേരും പ്രശസ്തിയുമായിട്ടുണ്ടെങ്കിൽ ആര് തന്നതാ? നമ്മളാര് നേടിയതൊന്നുമല്ല, അത് കർത്താവ് തന്നതാ. കർത്താവ് തന്നതാണെങ്കിൽ കർത്താവ് വീണ്ടും അത് പുതുക്കിപ്പണിയും, നഷ്ടപ്പെട്ടു പോയതിനെ പുതുക്കിപ്പണിയും. പ്രിയപ്പെട്ടവരെ, ഇതൊരു തിരിച്ചറിവാണ്. ഒരു പക്ഷേ സ്വന്തം അഭിമാനം നഷ്ടപ്പെട്ടു, പേര് നഷ്ടപ്പെട്ടു, പ്രശസ്തി നഷ്ടപ്പെട്ടു എന്ന് കരുതി ആരെങ്കിലും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ യേശു നമ്മളോട് പറയാണ്, 3-ാം ദിനം യഹൂദരുടെ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടാൽ 3-ാം ദിനം പണിതുയർത്തുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് പറയാണ്, നിനക്ക് നഷ്ടപ്പെട്ട പേര്, അഭിമാനം, നിന്റെ പ്രശസ്തി കർത്താവ് പുതുക്കിപ്പണിയും. ഈ 2022 നിനക്കതിനുള്ള ഒരു സമയമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, 4-മതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്ന വചനം മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 40-ാം തിരുവചനമാണ്. യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. യോന 3 രാവും 3 പകലും തിമിംഗലത്തിൻ്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. യോനാ പ്രവാചകനെക്കുറിച്ച് നമുക്കറിയാം. യോനാ പ്രവാചകൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം തെറ്റി യാത്ര ചെയ്തതുകൊണ്ടുണ്ടായ ദുഃഖവും അപകടവും. എന്നാൽ 3-ാം നാൾ അവൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മളോടൊക്കെ വചനം പറയുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ തിരിച്ചു പിടിക്കാൻ ഒരു 3-ാം ദിനമുണ്ട്. ലക്ഷ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു കാര്യമില്ല, അല്ലേ? നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു പുരോഹിതനായ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തെക്കുറിച്ച് ഒരു ലക്ഷ്യമില്ലെങ്കിൽ എൻ്റെ ജീവിതം നിരാശയും ദുഃഖവുമാവും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവാഹ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടി നിങ്ങൾ ഒന്നായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം നിരാശയും ദുഃഖവും നരകതുല്യവുമായി തീരും. ഒരു 3-ാം ദിനം നമുക്ക് വേണ്ടി കർത്താവ് കാത്തുവച്ചിരിക്കുന്നു. ലക്ഷ്യം നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഇതാ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഒരു 3-ാം ദിനത്തിൽ നിന്റെ ലക്ഷ്യങ്ങൾ കൃത്യമായി നിന്നെ പഠിപ്പിക്കും. നിന്റെ ജീവിതത്തെ ഗതി കർത്താവ് മാറ്റിമറിക്കും. 5-മതായി വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ നൽകുന്നത് ലൂക്കാസ് വിശേഷം 13-ാം അധ്യായം 32-ാം തിരുവചനം, അതായത് ഈസ്റ്ററിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. 3-ാം ദിനത്തിൽ മരിച്ച് ഉയർത്തവൻ യേശു, മരണത്തെ കീഴ്പ്പെടുത്തിയവൻ യേശു. പ്രിയപ്പെട്ടവരെ, ഈ മഹാമാരിയൊക്കെ വന്നപ്പോൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അനേകരുടെ മരണം വലിയ ചോദ്യചിഹ്നമായി. നമ്മളൊക്കെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചു. മരണം എന്ന് പറയുന്നത് ഒരു വാതിലാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. മരണം ഒരു അവസാനമല്ല, മറിച്ച് അതൊരു വാതിലാണ്, അതൊരു യാത്രയുടെ ഭാഗമാണെന്ന് കർത്താവ് തൻ്റെ ജീവിതത്തിലെ മരണത്തിലൂടെ പഠിപ്പിച്ചു. ഞാനാണ് പുനരുദ്ധാനവും ജീവനും.
മരണഭയമുള്ളവർ, മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിച്ചുകൊള്ളുക. യേശു 3-ാം ദിനത്തിൽ ഉയർത്തതുപോലെ നിനക്കും ഒരു ഉയർപ്പുണ്ട്, നിനക്കും ഒരു ഉയർപ്പുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കും പ്രഖ്യാപിക്കാം, അവരും യേശു ഉയർത്തതുപോലെ തന്നെ ഉയർക്കും. 3-ാം ദിനം മരണത്തെ ഭയപ്പെടാനല്ല, മറിച്ച് പ്രത്യാശയോടുകൂടെ ജീവിക്കാൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ 5 വചനഭാഗങ്ങളിൽ നിന്ന് ഈ 3-ാം ദിനം എന്നുള്ള വാക്കിനെക്കുറിച്ച് നമ്മൾ അല്പസമയം നമ്മുടെ അനുദിന ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ ഈ 2022 നമ്മുടെ മുമ്പിൽ പ്രതീക്ഷയില്ലാതെ നിൽക്കുകയാണെങ്കിൽ 3-ാം ദിനം, 3-ാം പക്കം, തേർഡ് ഡേ നിനക്കുമുണ്ട്. ബന്ധങ്ങളെ വീണ്ടും തിരിച്ചു പിടിക്കാൻ, ലഹരിയായി ജീവിതങ്ങളാക്കി മാറ്റാൻ, യോനായുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കിട്ടിയതുപോലെ നിന്റെ ജീവിതത്തിലും പണിതുയർത്തപ്പെടുവാൻ, മരണത്തെപ്പോലും അതിജീവിച്ചവൻ നിന്റെ കൂടെയുണ്ട്. അവൻ നമ്മുടെ സമാധാനമാണ്. കണ്ടുമുട്ടുന്നവരോടൊക്കെ ഈ നാളുകളിൽ നമുക്ക് പറയാനൊരു സുവിശേഷമുണ്ട്. സെൻറ്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14, അവൻ നമ്മുടെ സമാധാനമാണ്. ഈ സമാധാനത്തിലും പ്രത്യാശയിലും ജീവിക്കാൻ സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.